സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ചോ. ഒരു ദൈവത്തിനെയും വിളിക്കണ്ട, സേട്ടുമാണ് നമ്മുടെ ദൈവം. അടിയങ്ങളെ കാപ്പാത്തണേന്ന് വിളിച്ചിട്ട് അകത്തോട്ട് കയറ്. ഒരു പെക്യുലിയർ കക്ഷിയാ, പറയുന്ന ഓരോ ഡയലോഗിലും ശ്രദ്ധ വേണം. അതെ, ഒരിക്കൽ നോ എന്ന് പറഞ്ഞാ പിന്നെ അയാളെ കൊണ്ട് തിരിച്ചു പറയിക്കാൻ പാടാന്നാ. എന്തൊരു പാടോ. സേഠ്ജി, ബിൽഡേഴ്സ് ഇന്ത്യ. ഉറക്കമാണെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അന്ന് പറഞ്ഞല്ലോ ആ ബീച്ച് ഫേസിംഗ് പ്ലോട്ടിന്റെ കാര്യം. അതെ സാർ, ഏറാടിയുടേതാണ് സ്ഥലം. അവിടെ ഇപ്പൊ ഒരു ഓൾഡ് ഏജ് ഹോം നടക്കുകയാണ്. അതുടനെ ക്ലോസ് ചെയ്യാൻ പോവുക. ബീച്ച് ഏരിയയിൽ ഇത്ര ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം വേറെ കിട്ടാനില്ല. പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മെയിൻ അഡ്വാൻറ്റേജ്, എല്ലാ ഫ്ലോറിലെയും മുറികളിലേക്ക് കാറ്റും കടലിന്റെ പ്രസൻസും ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ. സേഠ്ജി പ്ലാൻ ഒന്ന് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് കാണണ്ട. 4% ഇൻട്രസ്റ്റ്. ആദ്യം പ്രോപ്പർട്ടി ക്ലിയർ ചെയ്ത് രജിസ്ട്രേഷൻ നടത്ത്. എമൗണ്ട് എത്രയും തരും. പലിശ 4%. പ്രോപ്പർട്ടി ഉടനെ ക്ലിയർ ആവും. അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം. വയസ്സായി ലേഡീസ് താമസമുള്ള സ്ഥലം നമുക്കറിയാം. ഒഴിപ്പിക്കണം. ആൻഡ് ഐ നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. നോ സേഠ്ജി, ഏറാടി ആക്ച്വലി അവിടേക്ക് പോയിരിക്കുക. പുള്ളി ഇപ്പൊ സംസാരിച്ച് അത് ഓക്കെ ആക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ 3 ചെറുപ്പക്കാരുടെ ലൈഫാണ് ഈ പ്രോജക്ട്. ഇത് വർക്കൗട്ട് ആവുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഡൗട്ടില്ല. നമുക്കുമില്ല. അതാണല്ലോ നമ്മൾ കാശ് തരുന്നത്. ഏറാടി പോയി ഒഴിപ്പിച്ചിട്ട് വരട്ടെ. എങ്ങനെയാടാ ഈ മാളത്തിനുള്ളിൽ കുംഭകർണ സേവ നടത്തുന്നത്? ഏറാഡിയൻ കമ്പനി മാനേജർക്ക് കൊടുത്ത സ്റ്റാർ അക്കോമഡേഷൻ അല്ലേ? നിനക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെ അല്ലേ വിവേകേ? സാരില്ലെന്നേ, ഈ പ്രായത്തിൽ പെടണ കഷ്ടപ്പാടുകൾക്ക് ഭഗവാൻ നിനക്കൊരു നല്ല ഭാവി തരും. ഗേൾസ് താമസിക്കുന്നുണ്ട് അപ്പുറത്ത്. മോനെ, ഈ അസൗകര്യങ്ങൾക്കിടയിൽ നിനക്ക് ചില ചില്ലറ നയനസുഖം കിട്ടുന്നുണ്ടോ? ഇതിപ്പോ രാവിലെ എന്തിനിറങ്ങി തിരിച്ചത്? ഒരു സന്തോഷ വാർത്ത നിന്നോട് നേരിട്ട് പറയാൻ വന്നതാ. നീ രക്ഷപ്പെട്ടു. കുറച്ചു കഴിഞ്ഞിട്ട് നീ ഓഫീസിലേക്ക് വാ. നിന്റെ ഡെപ്പോസിറ്റ് പണം റെഡി. നിനക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. എങ്ങോട്ട്? അത് നിനക്ക് തീരുമാനിക്കാം. ഇപ്പോ ഈ പണം ഇടുന്ന ബിൽഡേഴ്സ് ഇന്ത്യ. ഞാൻ അവരുടെ അഡ്വാൻസ് വാങ്ങിച്ചു. കരുണാലയം കള്ളമാരെ ഒഴിപ്പിക്കുന്ന കാര്യം അവരെ ഏറ്റെടുത്തു. പുറകിൽ നിൽക്കാൻ ഘടകകക്ഷിയിലെ ഒരു മന്ത്രിയും ലോക്കൽ നേതാവും ഉണ്ട്. സംഗതി ഈസി ആയിട്ട് നടത്തി തരാമെന്ന് അവർ വാക്ക് കൊടുത്തിരിക്കുക. ഗാന്ധി എറിഞ്ഞാ മതി. എന്തായാലും ഞാൻ ഈ കടക്കണിന്ന് രക്ഷപ്പെടും. അഹമ്മദാബാദിൽ ക്രീം തേച്ച കേസ് എനിക്കെതിരെ വിധിയായി. നഷ്ടപരിഹാരം കൊടുക്കണം. ഫിഗർ അറിഞ്ഞിട്ടില്ല. അപ്പൊ നീ ഓഫീസിലേക്ക് വാ. ഇവിടെ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് വാ. എന്നാലും എന്നല്ല, എന്നാളും എന്നാണ് കൗസു പറയേണ്ടത്. എന്തെന്നാളും എന്നാളും ഒരുമിച്ച് കഴിയും നമ്മൾന്ന്. കൊറേ കഴിയും. ആ പാട്ടുകാരി ശൃംഗാരിയുടെ കൂടെ കഴിഞ്ഞില്ലേ എന്നെ മറന്നിട്ട്? അതൊക്കെ കഴിഞ്ഞ കഥയില്ലേ കൗസു? അതെ, കഴിഞ്ഞ കഥ തന്നെ. അവിടെ കൂടെ കഴിഞ്ഞ കഥ പൊറുക്കില്ല ഞാൻ. എന്നാ ഞാനൊരു സത്യം നിന്നോട് പറയട്ടെ കൗസു. എന്താ? ലീലാമണി മരിച്ചുപോയി. സത്യമാണോ? നീയാണ് സത്യം. ഒരു മരണവിവരം കേട്ടാൽ സന്തോഷിക്കാൻ പാടില്ലാത്തതാ. എന്നാൽ എവിടെയോ ഒരു... നീ സന്തോഷിച്ചോ? അത് തെറ്റില്ല. പിന്നെ കാണാം. കാണില്ലേ? കാണണ്ടേ? வாங்க நேரா வீட்டுக்கு போறேளா இல்ல ഹണിമൂണാ? ഗുരുവായൂരൊന്ന് പോയി തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക്. യാത്ര പറയാൻ നിൽക്കുന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാം. വരണം, ഒരുമിച്ച് തന്നെ വരണം. അച്ചടാ വെക്കത്തെ പറ. കൗസു, എങ്ങളെല്ലാം മറന്നിടാതമ്മ. നിങ്ങളുടെ നാട്ടുകാരി ചെറുപ്പുളശ്ശേരി ലീലാമണിക്ക് സംഗീത നാരീമണി പുരസ്കാരം. ആളിന്റെ പടമുണ്ട്. മഹാഭാവി, അവള് ചത്തുന്നോട് നുണ പറഞ്ഞതാ അല്ലേ? ദുഷ്ട, എന്നെ ചതിച്ചു കൂടെ കൊണ്ടുപോകാനായിരുന്ന പ്ലാൻ അല്ലേ? ഞാനില്ല. ഇത്രയും കാലം പത്രം കറണ്ട് നിന്ന് മൂങ്ങേപ്പോലെ ഇരുന്നിട്ട് ഇന്നിപ്പോ വാതർന്ന ഇതിനു വേണ്ടിയായിരുന്നു ചന്ദ്രമണിയമ്മേ. കൗസല്യമ്മേ, ടീച്ചർ എന്നെ പിന്തിരിപ്പിക്കരുത്. കൗസു, എന്താ നുണയാ? ഞാൻ നുണ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് സത്യമാണ്. ലീലാമണി മരിച്ചു. എന്റെ മനസ്സിൽ ലീലാമണി മരിച്ചു കഴിഞ്ഞു. നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ചെല്ലേ. ആ പറഞ്ഞത് വിശ്വസിക്കാം. കാരണം അതൊരാണ് പറയുന്നതാ. പോയി ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കേ. പുള്ളിക്കാരൻ ഇനി വല്ല ഏനക്കിഴഞ്ഞു ഇറങ്ങി പുറപ്പെട്ട അറിയിച്ചാ മതി. പോയി നോക്കാം. നടക്ക മനുഷ്യ. എങ്ങനെ പിരിച്ചുവിട്ടോ?
ഡെപ്പോസിറ്റ് പണം വാങ്ങിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അയാളെ പ്രോപ്പർട്ടി വിറ്റു. അപ്പോ നമ്മ കാലി ചെയ്യണമാ? ഏറാടിക്ക് എന്തോ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ആരോ റൂളിംഗ് പാർട്ടിയുടെ ആളുകൾ പുറകിലുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കുന്ന കാര്യം ആരോ പണം വാങ്ങിച്ചേറ്റിരിക്കുന്നു. ഒഴിയേണ്ടി വന്ന എങ്ങോട്ട് പോകും? വിവേകം കൂടി പോയാ പിന്നെ ആരോടാ നമ്മള്? എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങളൊക്കെ പെരുവഴിയിലേക്ക് ഇറങ്ങും മുമ്പ് എനിക്കങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഇടമൊന്നുമില്ല. പെറ്റമ്മയോ പോറ്റമ്മയോ ഇല്ലാതെ വളർന്നവന് ഇപ്പൊ ഒരുപാട് അമ്മമാരുണ്ട്. അവരെ നഷ്ടപ്പെടുക, അവരെയൊക്കെ മറക്കുക, അതൊന്നും എളുപ്പമല്ല എനിക്ക്. ദാ ഇവിടെ ഏതോ ഫ്ലാറ്റ് എട്ടാമുണ്ട്, അതിന്റെ ആൾക്കാർ വന്നൊരു ബോർഡും കുഴിച്ചിട്ടിരിക്കണ്. അപ്പൊ അത് പൂട്ടാൻ പോവാ. അറിയാം. ആ ഉവ്വ് മനസ്സിലായി. ഞാനിപ്പോ ആ പറഞ്ഞ സൈറ്റിലാ. അതെ, ഞങ്ങൾ 3 പേരുണ്ട്. കാണാം. അയ്യോ പിന്നെന്താ, ബൈ. ഒരു പേപ്പർ ആഡ് പോലും വേണ്ടിവല്ലെന്നാ തോന്നുന്നത്. അതുപോലെ എൻക്വയറി. സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഈസി ആയിട്ട് 200 കൂടെ കൂട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ട്രെൻഡ് ഇതാന്ന് വെച്ചാൽ പിന്നെ അത് ക്യാഷ് ചെയ്യണ്ടേ? തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പൊ തന്നെ ഈ ടൗണിൽ ഇത് മാക്സിമം പ്രൈസ് ആണ്. പിന്നെ ബീച്ച് ഏരിയയിൽ കോമ്പറ്റ് ചെയ്യാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് കോമൺ ലിവിംഗ് ഏരിയ ഇത്ര വേണോ? ഓരോ ഫ്ലോറിലും കുറെ സ്ഥലം വിടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചിട്ട് സീ ഫേസിംഗ് ബാൽക്കണി വലുതാക്കി എടുത്താലോ? ഒന്നിരിക്കണം ആ ആർക്കിടെക്റ്റുമായിട്ട്. അങ്ങനെ വേറെയും ചിലതുണ്ട്. നിങ്ങളെന്താ ഇന്ന് തന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണോ? അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും വേഗം തുടങ്ങാൻ കഴിയുമോ അത്രയും വേഗം. ആരാ? ഇവിടെ ഒരു സ്ഥാപനം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതൊരു കടയല്ല, ഒരു വീടാണ്. വീടില്ലാത്ത കുറെ അധികം അമ്മമാർ താമസിക്കുന്ന ഒരു വീട്. അറിയാം, അവരെ ഒഴിപ്പിക്കാൻ ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കെല്ലാം ക്ലിയർ ചെയ്യുമെന്നാണ് ഏറാടി പറഞ്ഞിരിക്കുന്നത്. ഏറാടിക്ക് അങ്ങനെ പെരുവഴിയിലേക്ക് പിടിച്ച് തള്ളാൻ പറ്റില്ല അവരെ. അല്ല, ഇയാൾ ആരാ? എന്താ ഇയാളുടെ പ്രശ്നം? വിവേക്, അതാണ് എന്റെ പേര്. ഇവിടുത്തെ ഇൻമേറ്റ്സിനെ മറ്റൊരു സ്ഥലം കണ്ടെത്തി മാറ്റി പാർപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ ഇവിടെ കയറി പണി തുടങ്ങാവൂ. അത് നിങ്ങൾ ഏറാടിയോടാണ് സംസാരിക്കേണ്ടത്. സ്വയം ഒഴിഞ്ഞു തരുമ്പോൾ ഇവരെവിടേക്ക് മാറ്റണം എന്നതൊക്കെ അയാളുടെ ജോലിയാണ്. ഹോപ്പ് യു ഗോട്ട് മി മിസ്റ്റർ വിവേക്. ശ്രീനി താമ്പാ, ചുമ്മാ വഴിയെ പോകുന്നതിനൊക്കെ ചോദിക്കുന്നതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കുന്നു. ആ ബോർഡും കൂടെ കൊണ്ടുപോകണം പോകുമ്പോ. നിങ്ങൾ അതിന്റെ ഉടമസ്ഥരാവുന്ന അന്ന് മതി അതോടെ സ്ഥാപിക്കുന്നത്. ഇയാളെന്താ വിരട്ടുന്നു? തല്ലും ഞാൻ. ഇവിടെ ആരാ ഒരു വിവേക്? ഞാനാണ്. നീങ്ങുവാ. നീ ഇവിടുത്തെ ആരാ എന്ന് വെച്ചാ നിനക്ക് എന്താ ഇവിടെ പണി? ഞാനിതിന്റെ മാനേജറാണ്. അല്ലല്ലോ, അല്ലാന്നാണ് ഞാൻ അറിഞ്ഞത്. ഏറാടി, ഇയാള് പറയുന്നു ഇയാൾ ഇതിന്റെ മാനേജറാണെന്ന്. ആണോ? അല്ല, കുറച്ചു നേരത്തെ പിരിച്ചുവിട്ടു. ഇപ്പോഴോ? നിന്നോട് ഞാൻ ഓഫീസിൽ വന്ന് ഡെപ്പോസിറ്റ് വാങ്ങിച്ച് പോയിക്കോളാൻ പറഞ്ഞതല്ലേ? പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ഹീറോയിസം. കരക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആളാവാൻ നോക്കൽ. അതിന് ചികിത്സ നടത്തുന്നവരാ ഞങ്ങൾ. നീ ഇദ്ദേഹത്തെ തല്ലൂന്ന് പറഞ്ഞു. പറഞ്ഞോടാ. പറഞ്ഞു. നീ തല്ലൂടാ. നീ എന്താടാ ഒരുമാതിരി നോക്കുന്നത്? കഴുകരുടെ മോനെ ഇടിച്ച് കൂമ്പിയാൻ കലക്കും. വേണ്ട സാർ, ഒന്നും ചെയ്യരുത്. അത് ഞാൻ തീരുമാനിക്കും. ഞങ്ങൾ കൈവച്ച സ്ഥിതിക്ക് പിന്നെ അവൻ ജടകെട്ടുണ്ടാക്കണ്ട. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഞങ്ങളെ ഇവിടുന്ന് അങ്ങനെ ഇറക്കി വിടാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളൂ. എന്ന് പറയാൻ ഇവനാര്? നിങ്ങൾ ഇവനെ ഏൽപ്പിച്ചിരിക്കുകയാണോ കാര്യങ്ങൾ നേരെയാക്കാൻ? മറ്റാരുമില്ല സാർ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ. ആരും ഏറ്റെടുക്കാനില്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ നടക്കാനോടാ നീ? ഇവരെന്താ നിങ്ങൾ കൊണ്ടുവച്ച ബോർഡ് എഴുതി കിടക്കാം? നടക്കടാ അങ്ങോട്ട്, നടക്കടാ മോനെ. സാറില്ല. മൊബൈലിൽ വിളിച്ചു നോക്കൂ. ദയവ് വിചാരിച്ച് ആ നമ്പർ ഒന്ന് തരാമോ? മോഹൻ പോൾ. സാർ, ഞാൻ സെന്റ് മൈക്കിൾസ് സാറിനെ പഠിപ്പിച്ച മേരിക്കുട്ടിയാണ്. ടീച്ചർ, മോഹൻ ടീച്ചർ, മോഹൻ പോൾ. സാർ, എന്നതാ വിളിച്ചേ? ഒടയമ്പരാന് നിരക്കാത്തൊന്നും പറയല്ലേ ടീച്ചർ. ഞാനാ പഴയ മോഹനാ, കറുകമ്പള്ളി പോളച്ചന്റെ ഇളയ മോൻ. മാത്സ് പീരീഡിൽ എന്നും ടീച്ചറിന്റെ തെറിവിളി കേട്ടിരുന്നവൻ. ഈ വലം കൈയിൽ ഒരു ചൂരൽ പൊട്ടും വരെ തല്ലു മേടിച്ചിട്ടുള്ള വികൃതി പയ്യൻ. തലവര തെളിഞ്ഞതുകൊണ്ടോ അമ്മച്ചി മുട്ടിപ്പായി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥന കൊണ്ടതിന്റെയോ ഇന്നിപ്പോ ജില്ല ഭരിക്കുന്ന കളക്ടറാ. പക്ഷെ ഇപ്പൊ വിളിച്ചതുപോലെ സാറെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. പണ്ട് ഞങ്ങള് ബാസ്കറ്റ് ബോൾ കോർട്ടിലിട്ട് ടീച്ചറിന്റെ കോലം കത്തിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, പാതിരയ്ക്ക് ആരും അറിയാതെ. ഞാൻ ഇപ്പോഴും വിളിക്കും, മേരിക്കുട്ടി ടീച്ചർ നീതി പാലിക്കുക എന്ന്. വിളിക്കണോ? സന്തോഷായി. ഓർമ്മ കാണുമെന്ന് പോലും സംശയമായിരുന്നു. കുറച്ചു നാളു മുമ്പ് കല്ലടയച്ചനെ കണ്ടായിരുന്നു. അദ്ദേഹമാ ഓഫീസിലെയും വീട്ടിലെയും നമ്പരൊക്കെ തന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേരിക്കുട്ടി വിളിക്കാൻ മടിക്കണ്ടെന്നും പറഞ്ഞു. ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയാന്നേ. ഇപ്പൊ നിവൃത്തികേടുകൊണ്ടാ. അത് കൊള്ളാം. എന്തോന്ന് ബുദ്ധിമുട്ടാ ടീച്ചറെ? പറഞ്ഞാട്ടെ, ഞാൻ എന്നാ വേണ്ടത്?